ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അൻവർ റഷീദ് എന്ന പുതുമുഖ സംവിധായകന്റെ വരവറിയിച്ച ചിത്രമായിരുന്നു 2005 പുറത്തിറങ്ങിയ രാജമാണിക്യം. മമ്മൂട്ടിയെ അതുവരെ കാണാത്ത രൂപത്തിലും കഥാപാത്രത്തിലും അൻവർ റഷീദ് അവതരിപ്പിച്ച ചിത്രം ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറി. ബെല്ലാരി രാജ എന്ന ഐക്കോണിക് കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രമായിരുന്നു രാജമാണിക്യം. ഇപ്പോഴിതാ 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒരു മമ്മൂട്ടി കഥാപാത്രം വരുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഫാലിമി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിതീഷ് സഹദേവിനോടൊപ്പമാണ് മമ്മൂട്ടി കൈകോർക്കുന്നത്. ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിതീഷിന്റെ പോസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ഒരു കോമഡി എന്റർടൈനറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും മമ്മൂട്ടി ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ. മെയ് അവസാനമോ ജൂൺ ആദ്യമോ ആയിരിക്കും ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കുക. അനുരാജ് ഓബിയും നിതീഷ് സഹദേവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് കരുതുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ പ്രോജക്റ്റാണ് നിതീഷ് സഹദേവിനോടൊപ്പമുള്ള ഈ ചിത്രം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.